സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഈ BJP കേന്ദ്ര നേതൃത്വം ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാൽ പോലും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ പ്രതിപക്ഷം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം നരേന്ദ്രമോദിയും BJPയും ഹിന്ദുത്വ നിലപാടിലാണ് നിൽക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ അതിനൊരു തിരുത്തലാണ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുമ്പോഴും അല്ലെങ്കിൽ ക്രൈസ്തവരിൽ ഒരു വിഭാഗം അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം കാണിക്കുമ്പോഴും കേരളത്തിലെ ചില ഭദ്രാസന അധിപന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ ഭദ്രാസന അധിപൻ ഇപ്പോൾ BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, ഇവിടെ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നു, പുൽക്കൂട് നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവം ശ്രീ കോന്നി ഗോപകുമാറിന് തോന്നുന്നുണ്ട്? ഇത് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതൊരു ഭദ്രാസനാധിപൻ പറയേണ്ട ആത്മീയമായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അതാര് നടത്തിയാലും അതിന് നമുക്ക് മറുപടി പറയാം. കാരണം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. ഇതിന് ഞാൻ മറുപടി പറയുന്ന ഒരു സാമൂഹിക നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ BJPയിൽ അംഗമല്ല, സ്വയം സേവകനുമല്ല, ഒരു സാമൂഹിക നിരീക്ഷണം നടന്ന ഒരാൾ. പക്ഷേ ഒരു ഭദ്രാസനാധിപൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, രാഷ്ട്രീയ പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായം പറയാൻ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിച്ചപ്പോഴേ മാതൃഭൂമി നല്ല കവറേജ് ആ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. കാരണം മാതൃഭൂമി ഒരു BJP ഒരു ആൻറ്റി ഹിന്ദു പത്രമാണ്. അവരെപ്പോഴും അങ്ങനെയാണല്ലോ. അവരെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും കൊടുത്ത് നന്നായിട്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രശ്നം അദ്ദേഹം ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനമുയർത്തി ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യൂഹനോൻ മാർ മിലിത്തിയോസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ വാചകം തന്നെ, രാജ്യത്ത് സവർണ ഹിന്ദുക്കളല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് ആക്രമണങ്ങൾ. എന്നാൽ അത് നടപ്പാക്കുക എന്നത് അത്ര എളുപ്പമല്ല. തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അപ്പോൾ 2-3 ആരോപണം ഇതിനകത്തുണ്ട്. നമ്പർ 1, RSS ഒരു സവർണ സംഘടനയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ പ്രധാനമന്ത്രി കാണിക്കുന്നത് ആത്മാർത്ഥമായ ഒരു ശ്രമമല്ല, മറിച്ച് RSSൻ്റെയോ BJPയുടെയോ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ RSSൻ്റെ തന്ത്രം എന്താണ്? സവർണാധിപത്യം, രാജ്യത്ത് സവർണാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് RSSൻ്റെ തന്ത്രമെന്നാണ് മിലിത്തിയോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് RSSകാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, BJPക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, RSS എന്ന് പറയുന്നൊരു സംഘടന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ RSSലുണ്ട്, CPMലുണ്ട്, CPIയിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, BJPയിലുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ആ ഓരോ സംഘടനയും നമ്മൾ സാഗൂതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങും അടക്കമുള്ള ഈ പൊതുസമൂഹവും, പ്രത്യേകിച്ച് ഈ മീഡിയ രംഗത്ത് നിൽക്കുന്ന നിരീക്ഷകരും. RSSൻ്റെ ഒരു സവർണ സംഘടനയായിട്ട് സത്യത്തിന് ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം RSSൻ്റെ പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും മിലിത്തിയോസ് തിരുമേനി വിചാരിക്കുന്നത് പോലെ സവർണരല്ല. ഇനി 2, സവർണാധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ BJP സർക്കാർ, വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് പ്രതിഭാധനനായ ലോകം മുഴുവൻ ആദരിക്കുന്ന APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയത്. അത് സവർണാധിപത്യത്തിൻ്റെ ഭാഗമാണോ? ഇനി 2, അതിനുശേഷം രണ്ടാമത് രാഷ്ട്രപതി വന്നു BJP വന്നപ്പോൾ. അത് രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹം പട്ടികജാതിക്കാരനാണ്.
ഇപ്പോൾ ഇരിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു അവർ ആദിവാസിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി പിന്നോക്കക്കാരനാണ്. അപ്പോൾ ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും ദളിതരോ പിന്നോക്കക്കാരോ ഒക്കെയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ RSSൻ്റെ ഒരു അജണ്ട നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുക എന്ന് ഈ മിലിത്തിയോസ് തിരുമേനി പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. അദ്ദേഹം ഒരു ആൻറ്റി BJP എന്ന് പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. മിലിത്തിയോസ് തിരുമേനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ദിസ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചായ്വ് ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒന്നുകിൽ അത് UDFൻ്റെ ചായ്വാണ്, അതല്ലെങ്കിൽ LDFൻ്റെ ചായ്വിലാണ്. അങ്ങനെയാണല്ലോ നിന്ന് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ തന്ത്രത്തിൻ്റെ ഭാഗമെന്ന്. അതേസമയം പുൽക്കൂട് ആക്രമിച്ചു, അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ തടയാൻ ശ്രമിച്ചു, അതിനെ അപലപിക്കുക, അത് ന്യായമായിട്ട് ചെയ്യാം. അതാ മാന്യമായ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ആ മാന്യത കടന്ന് അദ്ദേഹം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് എനിക്കിതിന് മറുപടി പറയേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ വളരെ വ്യക്തമാണ്, അദ്ദേഹം ഒരു പ്രോ കോൺഗ്രസ്, അതല്ലെങ്കിൽ പ്രോ CPM, അല്ലെങ്കിൽ BJPയെ കോർണർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അക്രമത്തെ അപലപിച്ചാൽ പോരെ. ആരക്രമിച്ചോ, അവരെ അക്രമം നടത്തിയോ അവരെ തുറുങ്കിലടയ്ക്കണം, അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണം എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ താഴെയുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം RSS നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്ന് പറയുന്ന ഒന്നില്ല. അതും ഈ ബി ജെ പി ഒരു വർഗീയ പാർട്ടി എന്നുള്ളതിനെ തിരുത്തിയിരിക്കുകയാണ് ആ പ്രസ്താവന തന്നെ. അല്ല, ഇതിൻ്റെ പ്രോബ്ലം അവിടെയല്ല. ഇവിടെ മിലിത്തിയോസ് തിരുമേനി നടത്തിയിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഒരു ഭദ്രാസനാധിപൻ വിമർശിക്കുകയും ഒരുപക്ഷെ അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന് മറുപടി പറയാൻ BJPക്കാരും പിന്നെ RSSകാരൊന്നും വേണമെന്നില്ല, സാധാരണ പൗരനുള്ളതിൽ നമുക്ക് പറഞ്ഞുകൂടെ. അപ്പോൾ ഒന്നുകിൽ വളരെ വ്യക്തമാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ട് എത്തിയതാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ മിലിത്തിയോസ് BJPയുടെ CPMൻ്റെ ആളാണ്, അതല്ലെങ്കിൽ മിലിത്തിയോസ് കോൺഗ്രസിൻ്റെ ആളാണ്. അത് UDFO അല്ലെങ്കിൽ CPM, കാരണം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഈ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മിലിത്തിയോസ് തിരുമേനി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോണിയാജി, അവരുടെയൊക്കെ പ്രിയപ്പെട്ട സോണിയാജി അധികാരത്തിൽ 1998 AICC പ്രസിഡൻ്റ് ആകുമ്പോൾ AICCക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സീതാറാം കേസരി എന്നായിരുന്നു. അദ്ദേഹം ഒരു ദളിതനായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, സോണിയാഗാന്ധി വരുന്നുണ്ട്, പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു. സീതാറാം കേസരി പിന്നെ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ച ആളാണ്. പിന്നെ രാജേഷ് പൈലറ്റിനെ പോലെ പ്രമുഖനായ ഒരാളിനെ തോൽപ്പിച്ചിട്ട് വന്ന ആളാണ് സീതാറാം കേസരി. അപ്പോൾ അന്ന് വോട്ട് ചെയ്തതിൽ 95% വോട്ട് കിട്ടി ജയിച്ചു വന്ന ആളാണ് സീതാറാം കേസരി. അങ്ങനെ പറഞ്ഞു, അത് പറ്റില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡാണ് ശരി. കാരണം എന്നെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേര് വന്ന് പറഞ്ഞാൽ മാറില്ല. AICC മീറ്റിംഗ് കൊണ്ടിട്ട് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മാറിയേക്കാം. പക്ഷേ ഈ സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ചൊരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ടാണ് സോണിയാഗാന്ധി പിൻവാതിലിലൂടെ AICC പ്രസിഡൻ്റ് ആകുന്നത്. ചരിത്രം മിലിത്തിയോസ് തിരുമേനിക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. അതായത് ദളിതനായ ഒരു പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് അടച്ചു പൂട്ടിയിട്ട് വന്ന് 10 കൊല്ലം രാജ്യം ഭരിച്ച സോണിയാജിയാണോ മിലിത്തിയോസ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ, അത് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് CPMൻ്റെ അനുഭാവി ആകാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മിലിത്തിയോസ് തിരുമേനിക്ക് CPM വേറെ, പിന്നെ ഒരു സഭയിലെ ഒരു തിരുമേനി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സിസ്റ്റുകാരനാണ്. അതിന് തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു ദളിതൻ കടന്നു വന്നത് 2022 കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുമ്പോഴാണ്. വെസ്റ്റ് ബംഗാളുകാരനായ രാമചന്ദ്ര ഡോ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കടന്നു വന്ന ദളിതൻ. മിലിത്തിയോസ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, അദ്ദേഹം ഇടതുപക്ഷ ചിന്തകനാണെങ്കിൽ. അപ്പോൾ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, 2000 തൊട്ട് 2001 2002 വരെയോ BJPക്ക് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബംഗാരു ലക്ഷ്മൺ എന്നായിരുന്നു. ബംഗാരു ലക്ഷ്മൺ ദളിതനായിരുന്നു. അതിലേറ്റവും വലിയ രസകരമായൊരു കാര്യം, ബംഗാരു ലക്ഷ്മൺ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം RSSൻ്റെ സ്വയം സേവകനായിട്ട് തുടങ്ങിയ ആളാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ബംഗാരു ലക്ഷ്മൺ. വാജ്പേയിയുടെ മന്ത്രിസഭയിലെ റെയിൽവേ സഹമന്ത്രിയായിരുന്നു ബംഗാരു ലക്ഷ്മൺ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് RSSും BJPയും സവർണാധിപത്യം ഉറപ്പിക്കാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ മിലിത്തിയോസിൻ്റെ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അക്ഷരാർത്ഥത്തിൽ
അവജ്ഞയോടെ തള്ളിക്കളയാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ഭദ്രാസനാധിപൻ്റെ പ്രസ്താവന അവജ്ഞയോടെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു ഗതികളിലേക്ക് അദ്ദേഹം തന്നെയാണ് നമ്മളെ കൊണ്ട് എത്തിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായി. സുരേഷ് ഗോപി ഈ തൃശ്ശൂരിലെ ക്രൈസ്തവ സഭകളെ മുഴുവൻ ചേർത്ത് നിർത്തിയാണല്ലോ മുമ്പോട്ട് കൊണ്ടുപോയത്. അതെ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ഭദ്രാസനാധിപന് തിരിയാൻ കാരണമെന്തായിരിക്കാം? ഭദ്രാസനാധിപന് തിരിയാൻ 2-3 കാരണമുണ്ട്. ഒന്ന്, 2025 പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. 2026 നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഭദ്രാസനാധിപൻ മിലിത്തിയോസ് തിരുമേനി വളരെ പൊളിറ്റിക്കലി കാൽക്കുലേറ്റഡ് ആയുള്ളൊരു മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് ഇടതുപക്ഷത്തിനെയോ വലതുപക്ഷത്തിനെയോ BJP ഒക്കെ പിന്താങ്ങുന്നതിന് നിയമപരമായി തടസ്സമില്ല. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് പറയുന്ന മറുപടി കൂടി അദ്ദേഹം കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊണ്ടും തീരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളോടുകൂടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം മറ്റൊരു കാര്യം രസകരമായി അദ്ദേഹം പറയുന്നത്, ഡൽഹിയിൽ അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കോട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കോട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ. അത് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് വായിച്ചെടുക്കേണ്ടതാണ്. അത് തിരുമേനി ഉപയോഗിക്കുന്ന ഒരു പരപ്രയോഗം അദ്ദേഹത്തിന് പറ്റുമെങ്കിലും അദ്ദേഹത്തിന് ഇരിക്കുന്ന കസേരയ്ക്ക് പറ്റുമെന്ന് സംശയമുണ്ട്. ഭദ്രാസനാധിപൻ എന്ന കസേരയിലിരുന്നുകൊണ്ട് മിലിത്തിയോസ് തിരുമേനിയുടെ പൂർവാശ്രമത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ഒരു പേര് കാണും, അദ്ദേഹത്തിനത് പറയാം. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ഒരു മുകളിലിരിക്കുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2-3 കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ ഒരു സ്ത്രീ അവർ കുമ്പസരിക്കാൻ പോയി. കുമ്പസാരത്തിൽ അവരവരുടെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളും ഒരു പുരോഹിതനോട് വെളിപ്പെടുത്തി. ഈ പുരോഹിതൻ അത് അവരുടെ ഭർത്താവിനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ പീഡിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ 2 പുരോഹിതന്മാരോട് പറഞ്ഞു. ഇവർ 3 പേരും കൂടി ഈ സ്ത്രീയെ പീഡിപ്പിച്ചു. ഇതറിഞ്ഞ് അവരുടെ ഭർത്താവ് വന്നു ഭദ്രാസന മേലധികാരിയോടെ പരാതിപ്പെട്ടപ്പോൾ അത് ഒതുക്കി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം നല്ല അന്തസ്സുള്ളവനായതുകൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന മറുപടി കൊടുത്തു. ഇത് കേസായി. ഈ 3 പേരും ഇന്ന് സ്ത്രീ പീഡനത്തിന്, വനിതാ പീഡനത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തിരുമേനിയുടെ വാക്ക് തന്നെ പറഞ്ഞാൽ ഈ ശൈലിക്ക്, അതായത് കുമ്പസാരത്തിന് ചെന്ന പെൺകുട്ടിയെ അവൾ പറഞ്ഞ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിച്ചൊരു ശൈലിയുണ്ടല്ലോ, ആ ശൈലിക്ക് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് കൂടി മിലിത്തിയോസ് തിരുമേനി പറയട്ടെ. ഇനി മറ്റൊരു കാര്യം, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം അത് അവസാനിക്കുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം കായൻ ആബേനെ കൊന്നതാണ്. ആദാമിൻ്റെ മക്കളാണല്ലോ ആബേനും കായനും ഒക്കെ. അപ്പം കായൻ ആബേനെ കൊന്നു, അതാണ്. എന്നുവെച്ചാൽ സഹോദരൻ സഹോദരനെ കൊന്നു, അതാണ് ആദ്യത്തെ കൊലപാതകം. അതുപോലെ ഒരു കൊലപാതകം ഒരു മതമേലധ്യക്ഷന് കൊല്ലപ്പെട്ട ഒരു ചരിത്രവും ഇവിടുണ്ട്. അതും ഓർത്തഡോക്സ് സഭയാണ്. മിലിത്തിയോസ് തിരുമേനി അത് അറിയേണ്ട കാര്യമാണ്. ഞാൻ ആ കാര്യങ്ങൾ വെറുതെ പറഞ്ഞല്ല. മലയാള മനോരമയിൽ 2021 ഒക്ടോബർ 24 വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണ് ബിഷപ്പിൻ്റെ മരണം, കോടതി നിർദ്ദേശപ്രകാരം കേസ്. ഇതാണ് മനോരമയിലാണ് വന്നത്. കേരളകൗമുദിയിൽ നിന്ന് സഹിക്കായിരുന്നു. ബൈബിളിൽ പോലും, ബൈബിൾ കഴിഞ്ഞാൽ ക്രിസ്ത്യാനി ഏറ്റവും വിശ്വസിക്കുന്ന മനോരമയാണ്. അതിനകത്ത് കള്ളം വരത്തില്ലെന്നല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ മനോരമ പറഞ്ഞ കാര്യം, അതിനകത്തെ വാർത്ത ഇതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായി ഇരുന്ന മാർ അത്തനോഷ്യസിൻ്റെ അസ്വാഭാവിക മരണത്തിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. സഭയുടെ അധ്യക്ഷൻ ബെസോലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവായെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. മനോരമ പറഞ്ഞ 1-ാം പ്രതിയാക്കിയാണ് കേസ്. 2-ാം പ്രതി സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ. അദ്ദേഹമാണ് 2-ാം പ്രതി. ഇപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ കേസെടുത്തു. എന്താ കേസെന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമായൊരു കേസാണ്. IPC 302, പഴയ IPC 120B എന്നിവ പ്രകാരം കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, ഇതനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അഹമ്മദാബാദ് എറണാകുളം ട്രെയിനിൽ യാത്ര ചെയ്യവേ എറണാകുളം പുല്ലേപ്പടി ജംഗ്ഷന് സമീപം വെച്ച് മാർ അത്യാനോസിസ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞാടാണ്. പുത്തൻകുരിശ് സ്വദേശിയായ തോമസ് ടി പീറ്ററാണ് ഇത് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു ആബീനും കായനും ഉണ്ടല്ലോ കൊലപാതകമാണെങ്കിൽ. അങ്ങനാണെങ്കിൽ മിലിത്തിയോസ് തിരുമേനി ആബേനോടൊപ്പമാണോ
കായേനോടൊപ്പമാണോ താൻ നിലപാടെടുത്തിരിക്കുന്നത് കുഞ്ഞാടുകളോടെങ്കിലും വിശദീകരിക്കാനുള്ള ചുമതല ഈ തിരുമേനിക്കില്ലേ? ഇത്രയൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ, ഇപ്പോൾ ഒരു സാമൂഹ്യ നവോത്ഥാനം നടത്തിക്കളയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണല്ലോ, അത് പറയണ്ടേ? ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. ബൈബിളിൽ പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ ബൈബിളിൽ പറയുന്നത്. അത് ഞാനീ പറയുന്നതൊക്കെ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഞാൻ തിരുമേനിയെ അധിക്ഷേപിക്കാനോ പിന്നെ മോശക്കാരനാക്കാനോ അല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ ഒരു നിരീക്ഷകൻ എന്ന് എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ, അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുന്നെന്ന് മാത്രം. ഇനി അത് തീരുന്നില്ല. അടുത്ത് വരുന്നത് മാതൃഭൂമി 28/11/2021 മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു കാര്യമാണ്. സഭാ തർക്കം, സെമിത്തേരിയെ ചൊല്ലിയുള്ള കലഹം തീരുന്നില്ല. അതിനകത്ത് പറയുന്നത് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സർക്കാർ ഹിതപരിശോധന അടക്കമുള്ള മാർഗ്ഗങ്ങൾ തേടുമ്പോഴും സെമിത്തേരിയെ ചൊല്ലിയുള്ള കലഹം തീരുന്നില്ല. പത്രം പറഞ്ഞിരിക്കുന്നതാണ്. ഏറ്റവും അവസാനം വന്നത് കട്ടച്ചിറ പള്ളിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്ന പിറവം പള്ളി വികാരി ചൊല്ലിക്കാട്ടിൽ സൈമൺ കോർ എപ്പിസ്കോപ്പ കഴിഞ്ഞ ദിവസം മരിച്ചപ്പോൾ ശവസംസ്കാരം നടത്താൻ അനുവദിച്ചില്ല. തിരുമേനിയുടെ പള്ളിക്കാരാണ്. ഈ പുൽക്കൂട് തകർന്നതും ഒരു കോർ എപ്പിസ്കോപ്പായുടെ ശവസംസ്കാരം പള്ളി നടത്താൻ അനുവദിക്കാതിരുന്നവരെയും തമ്മിൽ തിരുമേനി ആരെയാണ് നന്നായിട്ട് മാന്യന്മാരായിട്ട് കാണുന്നത്? പുൽക്കൂട് തകർത്തവനെ ഞാൻ എന്തായാലും സാമൂഹ്യ വിരുദ്ധനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു കോർ എപ്പിസ്കോപ്പായുടെ മൃതശരീരം വെച്ച് വില പേശിയവരെ മിലിത്തിയോസ് തിരുമേനി എങ്ങനെയാണ് കാണുന്നതെന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. തിരുമേനി അത് പറയുമായിരിക്കും. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാണല്ലോ, രാഷ്ട്രീയ ത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണല്ലോ. അപ്പം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശുക്രിസ്തു പറഞ്ഞു. പക്ഷെ നിന്നെപ്പോലെ തൊട്ടടുത്തിരിക്കുന്ന യാക്കോബായക്കാരനാരാണ്? അവരും ബൈബിളിലാണ് വിശ്വസിക്കുന്നത്, അവരും യേശുവിനെയാണ് ആരാധിക്കുന്നത്. അത് ശരിയാണോ മിലിത്തിയോസ് തിരുമേനി? അത് തിരുമേനി മറുപടി പറയണ്ടേ. ഇനിയിപ്പോൾ നടക്കുന്ന കേസുകൾ ചിലതുണ്ട്. ബൈബിളിൽ പറയുന്നത് നീ നിൻ്റെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനാണ്. ഈ യാക്കോബായ സഭക്കാരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചില പള്ളികളിൽ നല്ല വരുമാനമുണ്ട്. ഈ പള്ളികളൊക്കെ ഓർത്തഡോക്സുകാർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് അവരുടെ പരാതി. അതിൻ്റെ പേരിൽ ഈ സംഘർഷങ്ങൾ നടക്കുന്നത്. സ്വന്തം വിയർപ്പിൽ നിന്ന് അപ്പം നേടാനാണെങ്കിൽ അവരുടെ പള്ളി അവർക്ക് വിട്ടുകൊടുത്താൽ പോരെ? നല്ല വരുമാനമുള്ള പള്ളിയല്ലേ? അതിന് മുൻകൈ എടുക്കാൻ നമ്മുടെ ഈ അഭിവന്ദ്യ മിലിത്തിയോസ് തിരുമേനിക്ക് കഴിയുന്നു. ഇവിടെ ഞാനീ പറഞ്ഞു വന്നത്, ഇത്തരം തിരുമേനിമാർ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. സവർണാധിപത്യം അപ്പടി ഇപ്പടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അദ്ദേഹം അത്ര വിശാലഹൃദയനാണെങ്കിൽ നിർമ്മല കോളേജിൽ നിസ്കരിക്കാനുള്ള സ്ഥലം കൊടുക്കണ്ടേ? മുടന്തിയ കുഞ്ഞാടിനെ എടുത്ത ക്രിസ്തുവിനിലാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ കുമ്പസരിയായി നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചവർക്ക് നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തതിനുള്ള തെറ്റെന്താ? മിലിത്തിയോസ് തിരുമേനി അതിനൊന്ന് മുൻകൈ എടുത്തുകൂടെ? അത് വേണം, അത് അവരുടെ ന്യായമായ ആവശ്യമാണ്, അവർക്ക് പ്രാർത്ഥിക്കാനല്ലേ, അത് കൊടുക്കണമെന്ന് പറയാമല്ലോ. പാലാ ആർച്ച് ബിഷപ്പ് ഡ്രഗ് ജിഹാദിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോഴേ അദ്ദേഹത്തിന് തിരിച്ച് അരമനയിൽ കയറാൻ പറ്റിയില്ല. ആ അരമനയിലോട്ട് അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞത് PC ജോർജിൻ്റെ സഹായത്തിൽ ആണ്. അതിന് PC ജോർജിനെ സഹായിക്കാൻ വന്ന തിരുമേനി അധിക്ഷേപിക്കുന്ന ഈ സവർണ ഫാസിസ്റ്റുകളെന്ന് തിരുമേനി അധിക്ഷേപിച്ച സംഘത്തിൻ്റെ പ്രവർത്തകർ വന്നാണ് അദ്ദേഹത്തിനെ അരമനയിലോട്ട് കയറ്റിവിട്ടത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും പള്ളിയിൽ പോയി കിടന്നുറങ്ങേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സമകാലിക യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബിഷപ്പുമാർ, മതമേലധ്യക്ഷന്മാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ മിലിത്തിയോസ് അടക്കമുള്ള തിരുമേനിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു വിരൽ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടിയപ്പോൾ 5 വിരലുകൾ ബഹുമാനപ്പെട്ട അഭിവന്ദ്യനായ തിരുമേനി 5 വിരലുകൾ അങ്ങയുടെ നെഞ്ചത്തേക്ക് ചൂണ്ടിയിരിക്കുകയാണ്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു രാജ്യത്ത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുമ്പോൾ ഇതിന് മറുപടി കേൾക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം കൂടി മിലിത്തിയോസ് തിരുമേനി അടക്കമുള്ള അഭിവന്ദ്യരായ മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള മറുപടികൾ അവർ കേൾക്കേണ്ടി വരും. എല്ലാ ബഹുമാനത്തോടെ, ഞാൻ പള്ളിയെ ബഹുമാനിക്കുന്ന ആളാണ്, ഞാൻ ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച ആളാണ്, ക്രൈസ്തവ സഭയോട് എനിക്ക് ബഹുമാനമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് നിസ്വാർത്ഥരായ വളരെ നിഷ്കാമകർമ്മം ചെയ്യുന്ന അച്ഛന്മാരെയും ഒക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഭദ്രാസനാധിപൻ മിലിത്തിയോസ് തിരുമേനി കൊടുത്തപ്പോൾ അദ്ദേഹം സ്വയം ആത്മപരിശോധന നടത്തുന്നതായിരുന്നു. വീണ്ടും സഭയെയും
സഭയുടെ ഉന്നതന്മാരെയും ഇത്തരം പൊതുവേദിയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരം അഭിപ്രായ പ്രകടനത്തിന് വിധേയരാക്കാതിരിക്കാൻ മതമേലധ്യക്ഷന്മാർ ശ്രമിക്കണം. ഇത്തരം അവിടെ പുൽക്കൂട് തകർത്തതിൽ അത്തരം കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് തകർത്തിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാരാണ് പുൽക്കൂട് തകർത്തത്. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരുടെ പേരിൽ കർശനമായ ശിക്ഷാ നടപടി എടുക്കണം. പക്ഷേ തിരുമേനി രാഷ്ട്രീയം കളിക്കരുത്. രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ അങ്ങ് ഈ സഭാവസ്ത്രം ഊരി വെച്ചിട്ട് ഒന്നുകിൽ CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്നെ വാർഡ് കമ്മിറ്റി തുടങ്ങണ്ട, നേരെ KPCC തുടങ്ങാം. അങ്ങനെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് ഇത് ഗോവിന്ദ മാസ്റ്റർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ K. സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതുമല്ലെങ്കിൽ സുധാകരൻ്റെ ശത്രു VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇതൊരു തിരുമേനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങയുടെ പദവിക്ക് യോജിച്ചതല്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കൂടെ അങ്ങേക്കും സഭയ്ക്കും ഉണ്ടാകും എന്ന കാര്യം മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.